എടോ കുറെ നേരമായിട്ട് താന്റെ ക്ഷമയെ പരിശോധിക്കുന്നു. പറയേണ്ടതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് പോയിട്ട് അത്യാവശ്യമുണ്ട്. താമാറ്. സാറേ, എനിക്കറിയാം DGP അദ്ദേഹത്തിന്റെ വിവാഹ വാർഷികത്തിന് സാറിന് പോകണമെന്നറിയാം. ഈ അഗറിയുടെ ആവശ്യം സാധിച്ചു തന്നാൽ ഞാൻ സാറിനെ ഉടനെ വിടാം. എന്നെ ക്ഷണിച്ചില്ലെങ്കിലും ഞാനും കൂടെ വരാം. സാർ, ഇത് അന്ന് കൊണ്ടുവന്ന പെട്ടിയാ. പിന്നെ ആ കാറ് നിറയെ പെട്ടികളാണ് സാർ. എന്റെ സ്വത്ത് മുഴുവൻ ഞാൻ സാറിന് തീരെഴുതി തരാം. ഇത്രയും നേരം ഞാൻ മര്യാദ ഭാഷയെ പറഞ്ഞു. ഇനി തന്നെ തൊഴിച്ചു മാറ്റണോ? തൊഴിക്കണം സാർ. അങ്ങയുടെ തൊഴി കിട്ടുന്നത് ഒരു മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. എത്ര തൊഴിയാന്ന് വെച്ചാൽ തൊഴിച്ചിട്ട് എന്റെ റാമ്പോ എനിക്ക് വിട്ടുതരണം സാർ. വണ്ടി എടുക്കണോ? വണ്ടി എടുത്തോളൂ സാർ. അങ്ങയെപ്പോലൊരു മഹാമനുഷ്യന്റെ വണ്ടിയിൽ അടിയിൽപ്പെട്ട് മരിച്ചാൽ എനിക്ക് സ്വർഗലോകം ഉറപ്പാ. കൊന്നോളൂ എന്നെ. ഓ, ഇത് വലിയ മാരണമായല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യും? കേറ്റി ഇറക്കട്ടോ സാർ. എവിടെ വെച്ച് സംഭവിച്ചു? എങ്ങനെ സംഭവിച്ചു? ഒരു രൂപമില്ല സാർ. എന്നെ ഫോൺ ചെയ്ത് അറിയിച്ച ഒരു സ്ത്രീയാണ്. ടിറ്റിപുരം പോലീസ് സ്റ്റേഷനിൽ എനിക്ക് വിവരം കിട്ടിയത്. എന്നെ വിവരം ദേശസ്നേഹി പത്രക്കാരാ. ഞാൻ അപ്പൊ തന്നെ ഒരു കമ്മീഷൻ മരിച്ചു എന്ന് നാളെ വാർത്ത പറഞ്ഞിട്ട് എവിടെ വെച്ച് മരിച്ചു, എങ്ങനെ മരിച്ചു പോലീസുകാർക്ക് പോലും അറിയില്ലേ? ഇതെന്താ വാരം തുപ്പില്ലാത്ത ഡിപ്പാർട്ട്മെന്റോ? ഞാൻ മാറൂല്ല. ഇനി തന്നോട് വേദം മൂത്തിട്ട് കാര്യമില്ല. അറിയണോ? അപ്പൊ സാറിന്റെ തീരുമാനത്തിൽ ഒരു മാറ്റമില്ല? ഇല്ലടോ, ഇടിയട്ടെ. ഇനി സാറിനോട് താണുകേട് അപേക്ഷിച്ചാൽ ശരിയാവില്ല. കാര്യങ്ങൾ അതിന്റെ വഴിയാവണ്ണം നടക്കട്ടെ. പെട്ടി സാറിന് വേണ്ട, വേറൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. എടാ മക്കളെ, ഇങ്ങോട്ട് വരുന്നേടാ. ഇത് റാമ്പോയുടെ കൂട്ടുകാരാ. ഇവരകത്തായിട്ടില്ല. കമ്മീഷൻ സാർ കൊടുക്കാനുള്ള എന്താന്ന് വെച്ചാൽ കൊടുത്തേക്ക്. അങ്കിൾ വണ്ടി കെട്ടിരിക്കാം. പറയണോ, ഇന്ന് എപ്പോഴാണോ സഞ്ജീവനെ അവസാനമായിട്ട് കണ്ടത്? വൈകുന്നേരം 4 മണിക്ക് എയർപോർട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് മാഡത്തിനെയും കുട്ടി ആനിവേഴ്സറിക്ക് പോണമെന്നും പറഞ്ഞ് അദ്ദേഹം പോയത്. അത് അവസാന യാത്രയായിരിക്കും അറിഞ്ഞില്ലേ മോനെ? താൻ കൺട്രോൾ റൂമിൽ വിളിച്ച് വിശദമായ റിപ്പോർട്ട് ശേഖരിക്കുക. വാടോ, നമുക്ക് എയർപോർട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി നേരിട്ട് അന്വേഷിക്കാം. നമ്മൾ അയൽവക്കാരാടി. എന്റെ സാർ മരിച്ചാലും നമ്മളോടൊപ്പം എന്നും ഉണ്ടോ? എന്നും അതല്ലേ സഞ്ജയ് സാർ വന്ന് നിൽക്കുന്നു. സാർ, വരുന്ന വഴിക്ക് കുരുക്കളുടെ ആൾക്കാരുമായിട്ട് ചെറിയൊരു പ്രശ്നം. എന്താ എല്ലാരും കൂടി ഇവിടെ വെഡിങ് ആനിവേഴ്സറി ഇങ്ങോട്ട് മാറ്റിയോ സാർ? മരിച്ചെന്നാരോ ഫോൺ ചെയ്ത് അറിയിച്ചു. കാളെ പറ്റെന്ന് കേൾക്കുമ്പോ കയറെടുക്കുന്ന കുറെ പോലീസ് ഉദ്യോഗസ്ഥന്മാര് തന്നെയല്ലോ ഞാൻ ചാർജ് ഏൽപ്പിച്ചിരുന്നത്. എന്തായിരുന്നു ഫോൺ സന്ദേശം? സഞ്ജീവൻ IPS മരിച്ചുപോയി എന്ന് മാത്രം പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. ഒരു സ്ത്രീയായിരുന്നു. ആരെന്നും എന്തെന്നും പറയാതെ ടെലിഫോൺ കട്ട് ചെയ്തപ്പോ തന്നെ അതൊരു ഫാൾസ് ന്യൂസ് ആണെന്ന് എനിക്ക് തോന്നിയില്ലേ? വൈ കുഡന്റ് യു കോൺടാക്ട് ടെലിഫോൺ എക്സ്ചേഞ്ച്? വിളി എവിടുന്ന വന്നതെന്ന് മനസ്സിലാക്കാമായിരുന്നല്ലോ. സാർ,
ഒരു സ്ത്രീയാണ് വില്ലത്തി. ഇത് വാടക വീടല്ലേ? പണ്ടങ്ങ് തൂങ്ങിച്ചെത്തൊരു സ്ത്രീയുടെ ആത്മാവായിരിക്കോ ഫോൺ ചെയ്ത്? സാർ, വിളിച്ചു പറഞ്ഞത് ആരാണെന്ന് ഏകദേശം മനസ്സിലായി. പക്ഷെ അത്ര പെട്ടെന്ന് കുറ്റം സമ്മതിക്കുന്ന കക്ഷിയല്ല. ചോദ്യം ചെയ്യേണ്ടി വരും, ചിലപ്പോൾ മർദ്ദിക്കേണ്ടതായി വരും. ഇതിൽ മറ്റാരും ഇടപെടാൻ പാടില്ല. Can I? യെസ് യു ക്യാൻ. ഈ കടുങ്കൈ ആരായാലും ഷൂട്ട് ചെയ്യേണ്ടതാണ്. യു പ്രൊസീഡ്. താങ്ക് യു സാർ. ഒന്നുമില്ല മക്കളെ, ഒന്നുമില്ല സാർ. അയ്യേ, കരയല്ലേ 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 കൂട്ടാ. ഓടി ഓടി ഇങ്ങോട്ട്. ഞാൻ ചത്തുപോയിന്ന് ഫോൺ ചെയ്ത് അറിയിച്ചത് നീയല്ലേ? ഞാനോ? എന്തായി പറയുന്നേ? പറയടി. ഞാൻ ആർക്കും ഫോൺ ചെയ്തിട്ടില്ല. നിഷേധിക്കാൻ നോക്കണ്ട, ഒന്നുകളയും ഞാൻ. താൻ എന്ത് അസംബന്ധമാണ് പറയുന്നത്? ജീവനോടെ ഇരിക്കുന്ന ഭർത്താവ് മരിച്ചുപോയെന്ന് ഏതെങ്കിലും ഒരു ഭാര്യ പറയുമോ? ഒരു ഭാര്യയും പറയില്ല, പക്ഷെ ഇവള് പറയും. ഇവളുടെ നാവിൽ നിന്ന് മാത്രമേ അത്ര ഒരു വാർത്ത പുറത്തു വരൂ. സാർ പ്ലീസ്, സാർ ഇതിൽ ഇന്റർഫിയർ ചെയ്യരുത്. പറയടി, നീയല്ലേ ഫോൺ ചെയ്തത്? അല്ല അല്ല അല്ല. പറയടി. ഞാനല്ല. ഞാനല്ല. പറയടി. നമ്മുടെ മോള്. അവളാണത് ചെയ്തതെങ്കിൽ അവളത് അർഹിക്കുന്നു. നിങ്ങൾ നോക്കി നിൽക്കാട്ടോ. സത്യം പറയാൻ എന്റെ ഉള്ളിൽ നിങ്ങളോടുള്ള റിവെഞ്ച് ആളി കത്തുകയായിരുന്നു. ഫോൺ ചെയ്തത് ഞാനാ. ഒരവസരത്തിന് വേണ്ടി ഞാൻ കാത്തിരുന്നു. ചത്തില്ലെങ്കിൽ കൃത്യം 7 മണിക്ക് വരുമെന്ന് പറഞ്ഞ വ്യക്തി 8:45 എത്തിയില്ല. അതിനർത്ഥം ചത്തുപോയെന്നല്ലേ? നാട്ടുകാരുടെ മുന്നിൽ വെച്ച് നിങ്ങളെ നാണം കെടുത്താൻ വേണ്ടി ഞാൻ മനഃപൂർവ്വം ചെയ്തതാ. കൊന്നോ, ഇനിയല്ലേ കൊന്നോ. യഥാർത്ഥ പ്രതിയുടെ നാവിൽ നിന്ന് തന്നെ സത്യം എല്ലാരും കേട്ടില്ലേ? ഇവളെ ഒരു മനുഷ്യ സ്ത്രീയായി നല്ലൊരു ഭാര്യയായിട്ട് മാറ്റിയെടുക്കാൻ എനിക്ക് പലതും ചെയ്യേണ്ടി വന്നു. പലപ്പോഴും സഹിച്ചു, ക്ഷമിച്ചു. പക്ഷെ നന്നാവില്ല. സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ മകളാണെന്നുള്ള ഹുങ്ക്. ജനിച്ചു വളർന്ന മണ്ണിന്റെ മണവും മൂല്യവും സംസ്കാരവും പഠിക്കാത്ത ഇവൾക്ക് രക്തബന്ധവും വ്യക്തിബന്ധവും സ്നേഹവും സാഹോദര്യവും ഒന്നും മനസ്സിലാവില്ല സാർ. ഈ ജന്മം ഇവൾക്കൊരു ഭാര്യയാവാൻ കഴിയില്ല. എത്രമാത്രം അഹങ്കാരിയാണ് ഇവിടുന്ന് നിങ്ങളെയൊക്കെ അറിയിക്കണമെന്നുണ്ടായിരുന്നു. അതിനുള്ള അവസരം അവൾ തന്നെ ഉണ്ടാക്കി തന്നു. ഇന്ന് ജീവിച്ചിരിക്കുന്ന ഭർത്താവിനെ മരിച്ചുപോയെന്ന് പരസ്യപ്പെടുത്തി ഇവൾ നാളെ ഉറങ്ങിക്കിടക്കുന്ന ഭർത്താവിനെ വാക്കത്തി കൊണ്ട് വെട്ടി നോക്കാനും മടിക്കില്ല. എനിക്കിനി ഭാരം ചുമക്കാൻ വയ്യ. എനിക്കിവിടെ വേണ്ട. സഞ്ജീവൻ. അതെ സാർ, പണ്ട് ഇതുപോലൊരു പോലീസ് സേനയുടെ മുമ്പിൽ വെച്ചാണ് ഞാൻ ഇവളുടെ കഴുത്തി താലി കെട്ടിയത്. ഇന്ന് അതുപോലൊരു പോലീസ് സേനയുടെ മധ്യത്തിൽ വെച്ച് ഞാനിവിടെ ഉപേക്ഷിക്കുന്നു സാർ. അങ്ങയുടെ മകളാണെന്ന് അഭിമാനിക്കുന്ന അഹങ്കരിക്കുന്ന ഇവൾ അങ്ങേക്ക് കൊണ്ടുപോവാം. വിവാഹമോചനമോ സ്ത്രീപീഡന കേസോ എന്ത് വേണേലാകാം. ഐ എം സോറി സാർ. പാർഡൺ മീ. വാ മക്കളെ. അച്ഛാ. സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ മകളാണെന്നുള്ള ഹുങ്ക്. ജനിച്ചു വളർന്ന മണ്ണിന്റെ മണവും മൂല്യവും സംസ്കാരവും പഠിക്കാത്ത ഇവൾക്ക് രക്തബന്ധവും വ്യക്തിബന്ധവും സ്നേഹവും സാഹോദര്യവും മനസ്സിലാവില്ല സാർ. ഈ ജന്മം ഇവൾക്കൊരു ഭാര്യയാവാൻ കഴിയില്ല.